ഹലോ ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ഒരു ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഞങ്ങൾ പോയത് വേറെ എങ്ങോട്ടുമല്ല, മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ പോയത്. ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രത്യേകത വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. അതാണ് കേട്ടോ ഇത്ര പ്രത്യേകത വരാൻ കാരണം. അവിടെ ഇഷ്ടംപോലെ സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടൊക്കെയാണ് ഞങ്ങളും അങ്ങോട്ടൊന്ന് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ദേ ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഞങ്ങൾ ആസ്വദിച്ചിട്ടൊക്കെയാണ് പോയത്. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. ശരിക്കും ഈ മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലാട്ടോ ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല വേനലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും മഴക്കാലത്താണ് കേട്ടോ ശരിക്കും ഈ മാമലക്കണ്ടം പോകേണ്ടത്. എങ്കിലാണ് നമുക്ക് ആ പ്രകൃതി ഭംഗിയും നമ്മൾ ആ സ്കൂളിന്റെ പുറകിൽ പോയി കാണുന്ന ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ആ സ്കൂളിന്റെ പുറകിലൂടെ ഒരു മലമുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാനാട്ടോ ഈ ആൾക്കാരെല്ലാവരും കൂടുതൽ അങ്ങോട്ട് പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിന് പറയുന്ന പേരാണ് ഇളമ്പശ്ശേരി വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ ആ വെള്ളച്ചാട്ടത്തിന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നും പയ്യെ യാത്രയായി ഗൈസ്. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം മാമലക്കണ്ട സ്കൂളാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ദേ അവിടുത്തെ എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞ് നേരത്തെ വണ്ടിയിലേക്ക് കയറി. കാരണം ഇവിടെ ഒത്തിരി താമസിക്കാനൊന്നും പറ്റത്തില്ല കേസ്. കാരണം ഇതിലേക്ക് ഇഷ്ടം പോലെ ആനയുടെ ശല്യം ഉള്ളതാണ്. രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വരാൻ പറ്റത്തില്ല. അതേപോലെ ആനശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ രാത്രികാലം ഒന്നും സഞ്ചരിക്കാറില്ല. ദേ അങ്ങനെ ഞങ്ങൾ ഇതേ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടോ. ഈ പറയുന്ന സ്ഥലത്തായിരുന്നു വെള്ളച്ചാട്ടമൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ ഒന്ന് നല്ല വേനൽ സമയത്താണല്ലോ. പിന്നെ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോയത് ഊന്നുകല്ലിനുള്ളിലോട്ട് കയറി ഒരു വനപ്രദേശത്തൂടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് guys. അവിടെയാട്ടോ ഞങ്ങൾ പോയത്. നല്ല രസമുള്ള സ്ഥലം തന്നെയായിരുന്നു. തൂക്കുപാലത്തിൽ കയറാൻ പിള്ളേർക്കും മുത്തിനൊക്കെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. എങ്കിലും അവർ കയറിയിട്ടോ. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗീസ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്കും കമൻറ്റുകളും ഷെയറുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗീസ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. ബൈ.